ഹായ് നമസ്കാരം, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോവയ്ക്ക ഫ്രൈയുടെ റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഒരു വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായി ഒരു ഫ്രൈ പാനിലേക്ക് ആദ്യം നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് 7 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ കോവയ്ക്ക നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കോവയ്ക്കയും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ എരിവിനനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. നമ്മൾ ഈ ചേർത്ത് കൊടുത്ത മുളക് പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്ത് കോവയ്ക്ക ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ കോവയ്ക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ കോവയ്ക്ക നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും ഒരു സൂപ്പർ ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും.